ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂൺ ഫാമിൽ ചൂട് കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ചിലവ് കുറഞ്ഞ 2 മാർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണലിടുന്നതും പിന്നെ ചാക്ക് നനച്ചിടുന്നതും. ഇപ്പോൾ നമുക്ക് ഏകദേശം 200 ബെഡുകളുണ്ട്. അപ്പോൾ വേനൽക്കാലം വരികയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയാണെങ്കിൽ വരണ്ട കാലാവസ്ഥയാണ്. തണുപ്പുണ്ടെങ്കിലും അന്തരീക്ഷം വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റി കൂട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വീട് പണി കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന മണ്ണുള്ളത് കൊണ്ട് പണി കുറച്ചുകൂടി എളുപ്പമായി. ഇതിന് പറ്റിയ മണ്ണെന്ന് പറയുന്നത് റിവർ സാൻഡ് ആണ്. വെള്ളം അത്യാവശ്യം ഹോൾഡ് ചെയ്യുകയും വേണം. പിന്നെ ഇവാപറേഷൻ എളുപ്പം നടക്കുകയും വേണം. അപ്പോൾ അതിന് പറ്റിയ മണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മണ്ണ് നന്നായിട്ട് കഴുകിയെടുത്തു. 1-2 വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തു. അതിനകത്ത് ചെളിയും പിന്നെ ജൈവാംശമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കഴുകിയത്. തറയിൽ അധികം നനവ് തട്ടാതിരിക്കാനായിട്ട് ഷീറ്റ് റൂമിന്റെ സൈസിലനുസരിച്ച് കട്ട് ചെയ്തിട്ട് ആദ്യം വിരിച്ചു. അതിലേക്കാണ് പിന്നെ മണ്ണിട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യം മണ്ണെടുത്തിട്ട് നമ്മൾ കുറച്ച് കൂനകളായിട്ട് വെച്ചിട്ട് പിന്നീടാണ് മണ്ണ് വിരിച്ചു കൊടുത്തത്. മണല് വിരിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇനി നമ്മൾ ഇത് ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നരാടോ വെള്ളത്തിന്റെ അംശം കുറയുന്നതിനനുസരിച്ച് നനച്ചു കൊടുത്താൽ മതി. മണലിട്ട് കഴിഞ്ഞപ്പോൾ റൂമിൽ കുറച്ച് കൂളിംഗ് കൂടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ ഒരു ചാക്കും കൂടി നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ നനച്ചിട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ വേരിയേഷൻ അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അന്തരീക്ഷം കുറച്ചുകൂടി വരേണ്ടതായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഫാം നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹ്യൂമിഡിറ്റി താഴ്ന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നനച്ചിട്ട് കൊടുക്കുകയോ മണല നനച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടത്. ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി കൂട്ടുന്നതെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഈ 2 മാർഗ്ഗങ്ങൾ ചെയ്യാവുന്നതാണ്.